ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൽ നിന്ന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് നമ്മൾ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൽ നമ്മൾ പരാഗണം നടത്തി കറക്റ്റ് 30-ാം ദിവസമാണിന്ന്. അപ്പോൾ ഈ 30-ാം ദിവസം നമ്മൾ ഈ പഴം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം തണ്ടിന് കട്ടിയാവും ഇവിടെ. അപ്പം നമ്മളിതിപ്പോൾ മുറിച്ചെടുത്തപ്പോൾ ഇത് കണ്ടോ, കുറച്ച് തണ്ടോട് കൂടിയാണ് മുറിച്ചെടുത്തത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ വെച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് പിരിച്ചെടുക്കാം. എന്നാലും നമ്മുടെ ഇവിടെ പോയി കഴിയുമ്പോൾ ഞെട്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് കേടായി പോവും. ഇതാകുമ്പോൾ കുറേ ദിവസങ്ങൾ നമുക്കിങ്ങനെ കേടാവാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനുള്ള ഡ്രാഗൺ നമ്മൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല കളറല്ലേ, നന്നായിട്ട് പഴുത്തിട്ടുണ്ടല്ലേ. ഈ വെറുതെ ഇങ്ങനെ അടുത്തെടുത്താൽ മതി. ഈ കറുത്ത് കാണുന്ന ഇതിൻ്റെ സീഡുകളാണ്. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ പീസുകളായി വരും. നമ്മുടെ ഷേക്ക് അടിക്കാൻ വേണ്ടി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ഒരു 2 ഗ്ലാസ് പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഏകദേശം ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് നമ്മളതിന് പാല് ഒഴിക്കുന്നത്. ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മളിടുന്നത് ഐസ് ക്യൂബാണ്. ഇനി നമ്മൾ ഐസ്ക്രീം, നമുക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടിക്കാം. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കളറ് കണ്ടോ? അപ്പോൾ ചുവപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് അകവും പുറവും റെഡ് ആണെങ്കിൽ ഇതുപോലുള്ള നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് അങ്ങ് ഇടുവാണ്. മതിയോ? ഒരല്പം കൂടി നിറയണ്ടല്ലേ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ സിറപ്പ് ഒഴിക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ചോക്ലേറ്റ് പൗഡറാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് പൗഡറാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡിയാണ്. ഇനി ഞാൻ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് കുടിച്ച് കാണിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരുടെയും വീടുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു വളർത്തുക. ഇതുപോലുള്ള ഷേക്കുകൾ നമുക്ക് തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.